ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ചില്ലി മക്രോണിയാണ്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 3 സവാള, 1 ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 3 പച്ചമുളക്, 7-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, കൂടെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ചിക്കൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലുള്ള മസാലകളൊക്കെ തയ്യാറാക്കുമ്പോൾ ചിക്കൻ ഒരിക്കലും ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത്. ചിക്കൻ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ കട്ടയില്ലാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി അതൊന്ന് ബട്ടറിൽ വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർക്കാം. ഞാനിവിടെ കുറേശ്ശെ ആയിട്ടാണ് പാല് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. ഒരുപാട് തിക്കായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ടാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ ഇഷ്ടമുള്ളവർക്ക് ഒറിഗാനോ ചേർക്കാം. ഞാനിവിടെ ഒറിഗാനോ ചേർത്തിട്ടില്ല. പിന്നെ ഒന്ന് ജസ്റ്റ് തിക്കാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ മസാല ഉണ്ടാക്കുകയാണ്. അതിനായി ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റാം. പിന്നീട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം.
ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് 2-3 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസാണ് ചേർക്കേണ്ടത്. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടുണ്ട്. ഈ 3 സോസും കൂടി ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്താണ് ചേർത്തത്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉണ്ടാക്കേണ്ടത് മക്രോണിയാണ്. അതിനായി ഞാനിവിടെ മക്രോണി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 3 കപ്പ് മക്രോണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മക്രോണി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ മക്രോണി പരസ്പരം ഒട്ടിപ്പിടിച്ച് പോവേ. അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ് വേവട്ടെ. അങ്ങനെ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടുപ്പിൽ നിന്നും മാറ്റാം. അതിനായി മക്രോണിയിലെ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മക്രോണി നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് സോയാ സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചില്ലി മസാല ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ച ചില്ലി മസാല മുഴുവനായി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ബാക്കി ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി ചേർത്തതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചില്ലി മസാല ഉണ്ടാക്കുക.
നമുക്കതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് മക്രോണി ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ മക്രോണിയും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ മയോണൈസും ടൊമാറ്റോ സോസും കൂടി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തത്. ചീസ് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. നമുക്ക് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ചില്ലി മക്രോണിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.